ദുരിതക്കടൽ താണ്ടാൻ, ദോഷങ്ങളെയെല്ലാം അകറ്റാൻ, ആലസ്യത്തെ ഭസ്മമാക്കാൻ പ്രപഞ്ചനാഥൻ തന്ന ഒരേ ഒരു ദിവ്യ ഔഷധം. മിഴികൾ അടച്ച് ആ ദിവ്യരൂപം ദാനിക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് അനന്തമായ പോസിറ്റീവ് പ്രഭയാണ്. അതൊരു മഹാ അത്ഭുതമാണ്. ജീവിതത്തിന് വെളിച്ചം നൽകുന്ന അമൂല്യരത്നം. അല്ലൂർക്കാരുടെ ഖലീഫ ഔലിയ. അറിയപ്പെടാത്ത ചരിത്രവും വിശ്വാസവും മലബാർ തീരത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും എന്നാൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇഷ്ടം പ്രവഹിക്കുകയും ചെയ്ത ഹസ്രത്ത് ബാബ ഖലീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പഴയ കാലത്ത് അർബനയുടെ താളത്തിനൊപ്പം വീട്ടുമുറ്റങ്ങളിൽ കയറിയിറങ്ങി മുട്ടിപ്പാട്ടുമായി നടന്നിരുന്നതിനാലാണ് ഇദ്ദേഹം ഖലീഫ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. വർഷങ്ങളുടെ പഴക്കത്താൽ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇന്നും രഹസ്യമായി തുടരുന്നു. ഖലീഫ ഔലിയയുടെ ജാറത്തിന്റെ പരിപാലകരുടെയും സിയാറത്ത് നടത്തി ഫലപ്രാപ്തി നേടിയ വിശ്വാസികളുടെയും വാക്കുകളിൽ നിന്നാണ് ഈ മഹാന്റെ പവിത്രതയും ശക്തിയും ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്. പണ്ട് കാലങ്ങളിൽ ആനകളും കൊട്ടിമേളങ്ങളുമായി നടത്തിയിരുന്ന നേർച്ച, അതിന്റെ ഭംഗിയും ആവേശകരമായ പെട്ടിവരവും ഇന്നും തലമുറകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. എല്ലാ വർഷവും മകരം 1 നടത്തിവരുന്ന ഉറൂസ് ഇന്നും മുടങ്ങാതെ ആചരിക്കുന്നു. ജാറത്തിന് ചുറ്റുമുള്ള നാട്ടുകാർ അരിയും ചക്കരയും പോലുള്ള വിഭവങ്ങൾ ഉറൂസിലേക്ക് ഹദിയ ചെയ്യുകയും ചക്കരച്ചോർ പാചകം ചെയ്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖലീഫ ഉപ്പാപ്പ എന്ന വിളിപ്പേര് ഇന്നും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു ശക്തിപ്രവാഹമാണ്. വസൂരി രോഗം പടർന്നു പിടിച്ച ദുരിതകാലത്ത് ഖലീഫ ഉപ്പാപ്പയുടെ ജാറം വിശ്വാസികൾക്ക് ഒരു അഭയകേന്ദ്രമായി മാറി. കാര്യസാധ്യത്തിനായി വിശ്വാസികൾ വെളിച്ചെണ്ണ, കോഴിമുട്ട, ചന്ദനത്തിരി എന്നിവ ജാറത്തിലേക്ക് ഹദിയ ചെയ്യുന്ന ആചാരം ഇന്നും തുടരുന്നു. വിശ്വാസികളുടെ ആവശ്യങ്ങൾ സഫലമായതിൻ്റെ ഫലമാണ് ഈ വഴിപാടുകൾ സമർപ്പിക്കുന്നത്. ഖലീഫ ഉപ്പാപ്പ എവിടെ നിന്ന് വന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായി തുടരുമ്പോഴും ഏതൊരു വിശ്വാസിയുടെയും സമാധാനത്തിനുള്ള പരിഹാരമാണ് ഖലീഫ ഉപ്പാപ്പ എന്ന ഉറച്ച വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുന്നത്. അതായത് ദൈവിക സാന്നിധ്യത്തിൽ സമ്പൂർണമായി ലയിച്ചു പോവുകയും ഖിലാഫത്തിനെ അഥവാ ദൈവിക പുരുഷൻ അന്യാർത്ഥികമാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്ന വ്യക്തിയെ വിളിക്കുന്ന യഥാർത്ഥ നാമം ഇതാണ്: ഇൻസാനുൽ കാമിൽ, അല്ലെങ്കിൽ പരിപൂർണ മനുഷ്യൻ. ഈ ആശയം സൂഫിസത്തിലെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന വ്യക്തിയാണ് ഭൂമിയിലെ ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖലീഫ ജാറം സ്ഥിതി കൊള്ളുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തുള്ള കുറ്റൂർ അല്ലൂർ ദേശത്താണ്. ഖലീഫ ഉപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നടത്തിയ ഈ യാത്ര അവസാനിക്കുന്നു. പക്ഷേ കഥകൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളോടൊപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.